44ാമത്തെ ക്വസ്റ്റ്യൻ എന്താണ് പറയുന്നത്? ആൻ എയറോപ്ലെയിൻ ഫ്ലൈസ് അലോങ് ദ ഫോർ സൈഡ്സ് ഓഫ് എ സ്ക്വയർ അറ്റ് ദ സ്പീഡ് ഓഫ് 200, 400, 600 ആൻഡ് 800 കിലോമീറ്റർ പെർ അവർ. ഫൈൻഡ് ദ ആവറേജ് സ്പീഡ് ഓഫ് ദ പ്ലെയിൻ അറൌണ്ട് ദ ഫീൽഡ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ അല്ലേ? ഒരു എയറോപ്ലെയിന് ഒരു സ്ക്വയർ ഫീൽഡിന്റെ ചുറ്റുമായിട്ട് 200, 400, 600, 800 സ്പീഡിൽ ട്രാവൽ ചെയ്തു. ഓക്കെ അല്ലേ? അപ്പൊ നമുക്ക് ഒരു സ്ക്വയർ ഫീൽഡ് എന്ന് പറഞ്ഞാൽ അതിന്റെ 4 സൈഡും സെയിം അല്ലേ? അല്ലെ? അപ്പൊ ഇത് എ ആണെങ്കിൽ ഇതും എ ആയിരിക്കും, ഇതും എ ആയിരിക്കും, ഇതും എ ആയിരിക്കും. 4 ഡിസ്റ്റൻസും എന്താണ്? സെയിം ആയിരിക്കും വരുന്നത് അല്ലേ? അപ്പൊ ഞാൻ ഇതിന് വേണ്ടി ഒരു എ എന്ന് പറയുന്ന ഒരു വാല്യൂ ഒരു സൈഡ് ഞാനങ്ങ് അസ്യൂം ചെയ്യുവാണ്. അതായത് ഈ 200ലും 400ലും 600ലും 800ലും ക്യാൻസൽ ആവുന്ന വാല്യൂ ആയിരിക്കും നമ്മുടെ എ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? അതായത് ഇതിന്റെ LCM ആയിരിക്കും. ഇതിന്റെ LCM വരുമ്പോൾ ഏകദേശം ഒരു 2400 ആയിരിക്കും നമുക്ക് വരുന്ന LCM. അതായത് നമ്മുടെ ടോട്ടൽ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ 4 into A ആണ്. അതായത് 4 into 2400 ആയിരിക്കും നമ്മുടെ ടോട്ടൽ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. അതായത് 9600 ആയിരിക്കും നമ്മുടെ ടോട്ടൽ ഡിസ്റ്റൻസ്. ഓക്കെ അല്ലേ? ഇനി നമുക്ക് ഓരോന്നിലും നമുക്ക് ടോട്ടൽ ടൈം കണ്ടുപിടിക്കാം. ടോട്ടൽ ടൈം എന്ന് പറഞ്ഞാല് എത്രയാണ്? ആദ്യം 2400 200 സ്പീഡിൽ പോകുന്നത്. 2400 ഡിവൈഡഡ് ബൈ 200 പ്ലസ് അടുത്ത 2400 ഡിവൈഡഡ് ബൈ 400 പ്ലസ് 2400 ഡിവൈഡഡ് ബൈ 600 പ്ലസ് 2400 ഡിവൈഡഡ് ബൈ 800. ഓക്കെ അല്ലേ? സീറോസ് എല്ലാം ക്യാൻസൽ ചെയ്ത് കളയാം. ഇപ്പൊ എത്ര വരും? 24/2 12 പ്ലസ് 24/4 6, 24/6 4 പ്ലസ് 24/8 3. ഓക്കെ അല്ലെ? 12 6 18, 18 4 22, 22 3 25 ആയിരിക്കും നമ്മുടെ ടോട്ടൽ ടൈം. ടോട്ടൽ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ 4 into 2400 ഡിവൈഡഡ് ബൈ 25 ആയിരിക്കും നമുക്ക് വരുന്ന ആൻസർ. ഓക്കെ അല്ലേ? 2400 നിന്നും 25 നിന്നും നമുക്ക് എന്ത് ക്യാൻസൽ ചെയ്യാം? ഓരോ 5 വെച്ച് ക്യാൻസൽ ചെയ്യാം. ഓക്കെ അല്ലേ? അപ്പൊ 480 5 എന്നും വരും. 480 നിന്നും 5 നിന്നും നമുക്ക് ഓരോ 5 ക്യാൻസൽ ചെയ്യുമ്പോൾ ഇവിടെ 96 വരും. 96 into 4 എത്രയായിരിക്കും? 384 ആയിരിക്കും വരുന്ന ആൻസർ. ഓപ്ഷൻ എ ആയിരിക്കും വരുന്ന. A person travels on through the sides of an equilateral triangle at a speed of 20, 32 and x കിലോമീറ്റർ പെർ അവർ. അപ്പൊ S1 എന്ന് പറയുന്നത് 20, S2 എന്ന് പറയുന്നത് 32, S3 എന്ന് പറയുന്നത് x ആണ്. ഓക്കെ അല്ലേ? ഇഫ് ദ ആവറേജ് സ്പീഡ് ഓഫ് ദ ട്രാവൽ ഈസ് 24 കിലോമീറ്റർ പെർ അവർ. ആവറേജ് സ്പീഡ് തന്നിട്ടുണ്ട് 24 ആണ് എന്ന് പറഞ്ഞാൽ അങ്ങനെയാണെങ്കിൽ എക്സിന്റെ വാല്യൂ ആണ് നമ്മുടെ ചോദിച്ചിരിക്കുന്നത്. ഓക്കെ അല്ലേ? അപ്പൊ ഒരു ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ എന്ന് പറയുമ്പോൾ 3 സൈഡും സെയിം ആയിരിക്കത്തില്ലേ? എല്ലാ സൈഡും എന്തുമായിരിക്കും? എ ആയിരിക്കും അല്ലെ? ഇത് എ ആണെങ്കിൽ ഈ സൈഡും എ ആയിരിക്കും, ഈ സൈഡും എ ആയിരിക്കും. ഞാൻ എക്ക് ഒരു വാല്യൂ കൊടുക്കാൻ പോവാം. ഇവിടുത്തെ 20, 32 ഇത് രണ്ടും ക്യാൻസൽ ആയി പോകുന്ന ഒരു വാല്യൂ ഞാൻ കൊടുക്കാൻ പോവാം. ഇതിന്റെ LCM എയുടെ 20ന്റെ 32 LCM എത്ര വരും? 160 ആയിരിക്കും എയുടെ വാല്യൂ. അപ്പൊ നമ്മുടെ ടോട്ടൽ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 160 into 3 ആയിരിക്കത്തില്ലേ നമ്മുടെ ടോട്ടൽ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ? ഇത് 160, ഇത് 160, ഇത് 160. അപ്പൊ 160 പ്ലസ് 160 പ്ലസ് 160. അപ്പൊ 160 into 3 ആയിരിക്കും നമ്മുടെ ടോട്ടൽ ഡിസ്റ്റൻസ്. ടോട്ടൽ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ 160 എന്നായിരിക്കും. ഓക്കെ അല്ലെ? ഇനി ടോട്ടൽ ടൈം എന്ന് പറഞ്ഞാല് നമുക്ക് എത്ര വരും? ആദ്യത്തത് 160 ഡിസ്റ്റൻസ് 20 സ്പീഡിലും, അടുത്ത 160 ഡിസ്റ്റൻസ് എത്രയാണ്? 32 സ്പീഡിലും, അടുത്ത 160 ഡിസ്റ്റൻസ് എക്സ് സ്പീഡിലും ട്രാവൽ ചെയ്യുന്നു. ഓക്കെ അല്ലെ? 160 ഡിവൈഡ് ബൈ 20 എന്ന് പറഞ്ഞാല് 8, 160 ഡിവൈഡ് ബൈ 32 എന്ന് പറഞ്ഞാല് എത്ര വരും? 160 ഡിവൈഡ് ബൈ 32 എന്ന് പറഞ്ഞാല് 5 പ്ലസ് 160 ഡിവൈഡഡ് ബൈ എക്സ് എന്താണ്? ഇതാണ് നമ്മുടെ ടോട്ടൽ ടൈം എന്ന് പറഞ്ഞാൽ. ഓക്കെ അല്ലെ? ഇനി നമുക്ക് വാല്യൂ ഇട്ട് കൊടുത്തൂടെ? ടോട്ടൽ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാല് 160 into 3 ഡിവൈഡഡ് ബൈ എന്താണ്? 8 5 13, 13 പ്ലസ് 160 ഡിവൈഡഡ് ബൈ എക്സ് ഈസ് ഈക്വൽ ടു 24. ആവറേജ് സ്പീഡ് എന്ന് പറഞ്ഞാൽ 24. ഓക്കെ അല്ലെ? 3ഉം 24ഉം കൂടി ക്യാൻസൽ ചെയ്താലേ 8, 8ഉം 160ഉം കൂടി ക്യാൻസൽ ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 8ഉം 160ഉം കൂടി ക്യാൻസൽ ചെയ്യുമ്പോൾ നമുക്ക് 20 കിട്ടും. ഓക്കെ അല്ലെ? അപ്പം ഈ 20 എന്ന് പറയുന്ന ആയിരിക്കത്തില്ലേ 13 പ്ലസ് 160 ഡിവൈഡഡ് ബൈ എക്സ് അല്ലെ? അപ്പൊ 160 ഡിവൈഡ് ബൈ എക്സ് നമുക്ക് കണ്ടുപിടിച്ചൂടെ? എത്രയായിരിക്കും? 7 ആയിരിക്കും 160 ഡിവൈഡഡ് ബൈ എക്സ്. നമുക്ക് എക്സിന്റെ വാല്യൂ ആണ് കണ്ടുപിടിക്കേണ്ടത്. എക്സ് ഈസ് ഈക്വൽ ടു എത്രയായിരിക്കും? 160 ഡിവൈഡ് ബൈ 7. എത്രയാ 160 ഡിവൈഡ് ബൈ 7? ഓപ്ഷനിലില്ല, നമുക്ക് കണ്ടുപിടിക്കാം. 160 ഡിവൈഡ് ബൈ 7 എന്ന് പറഞ്ഞാല് 2 പ്രാവശ്യം 7 14 ശിഷ്ടം 2 20നകത്ത് 2 പ്രാവശ്യം അല്ലെ? 7 14 ശിഷ്ടം 6. അപ്പൊ എത്ര വരും? 22 6/7 ആയിരിക്കും വരുന്ന ആൻസർ. 22 6/7. ഓപ്ഷൻ ഇങ്ങനെയല്ല വരുന്നത്. 22 6/7 ഇതായിരിക്കും വരുന്ന ആൻസർ.
A bus covers a distance of 160 km in 3 hours with one stop of 10 minutes and one more stop of 5 minutes on the way. Find the average speed of the bus എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ അല്ലേ? അപ്പൊ നമ്മൾ ടോട്ടൽ എടുക്കുന്ന ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ 160 കിലോമീറ്ററും നമ്മൾ എടുക്കുന്ന ടൈം എന്ന് പറഞ്ഞാൽ 3 അവർ തന്നെയാണ് നമ്മൾ എടുക്കുന്നത്. അതിൽ നമ്മള് 10-15 മിനിറ്റ് നമ്മൾ റെസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അത് നമ്മൾ കണക്കൂട്ടുന്നത് നമ്മൾ ടോട്ടൽ 3 അവർ തന്നെയാണ് നമ്മൾ എടുക്കുന്ന ടൈം എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? അപ്പൊ നമ്മുടെ ആവറേജ് സ്പീഡ് എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? 160 ഡിവൈഡഡ് ബൈ 3. ഓക്കെ അല്ലേ? 160 ഡിവൈഡഡ് ബൈ 3 എന്ന് പറയുമ്പോൾ എത്ര വരും? 16-നകത്ത് 5 പ്രാവശ്യം 15, 10-നകത്ത് 3 പ്രാവശ്യം 9 ശിഷ്ടം എത്രയാണ്? 53 1/3 ആയിരിക്കും വരുന്ന ആൻസർ. ഓപ്ഷൻ ബി ആയിരിക്കും അല്ലെ? അപ്പൊ ഇത് ഓപ്ഷൻ എന്ന് പറയുമ്പോൾ 53 1/3 ഇതായിരിക്കും വരുന്നത് കേട്ടോ. Without any stoppage, a person travels a certain distance at an average speed of 42 km per hour. അപ്പൊ എന്താണ്? സ്റ്റോപ്പ് ഇല്ലാണ്ട് ഒരാൾ എന്താണ് 42 km/h ആണ് ട്രാവൽ ചെയ്യുന്നത്. ഒരു സ്പീഡ് എന്ന് പറയുന്നത് 42 km/h ആണ്. സ്റ്റോപ്പോട് കൂടി അയാൾ എത്രയാണ്? 28 km/h ആണ് അയാൾ ട്രാവൽ ചെയ്യുന്നത് അല്ലെ? ഒരു മണിക്കൂറില് സ്റ്റോപ്പോട് കൂടി അയാൾ എത്രയാണ്? 28. സ്റ്റോപ്പ് ഇല്ലാണ്ട് അയാൾ ഒരു മണിക്കൂർ 60 മിനിറ്റില് 42 കിലോമീറ്ററും അതേപോലെ സ്റ്റോപ്പോട് കൂടി 28 കിലോമീറ്ററുമാണ് അയാൾ ട്രാവൽ ചെയ്യുന്നത് ഒരു 60 മിനിറ്റ്. ഹൗ മെനി മിനിറ്റ്സ് പെർ അവർ ഡസ് ഹി സ്റ്റോപ്പ്? അതാണ് ഒരു മണിക്കൂറിൽ എത്ര മിനിറ്റ് അയാൾ സ്റ്റോപ്പ് ചെയ്യുന്നതാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ അല്ലേ? അപ്പൊ ഈ നേരത്തെ 42 കിലോമീറ്റർ സഞ്ചരിച്ച സാഹചര്യത്തിൽ ഇപ്പൊ 28 സഞ്ചരിക്കാൻ പറ്റുന്നുള്ളൂ. കാരണം എന്താണ്? സ്റ്റോപ്പ് ചെയ്തിടുന്നുണ്ട്. കുറച്ച് സമയം എന്താണ് ആ വണ്ടി സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പൊ എത്ര സമയമാണ് അയാൾ സ്റ്റോപ്പ് ചെയ്തിടുന്നതെന്ന് വെച്ചാൽ ഇവിടുത്തെ ഡിഫറൻസ് നോക്കാം. 42 20 നമ്മുടെ ഡിഫറൻസ് എത്രയാണ്? 14 കിലോമീറ്റർ ആണ്. ഓക്കെ അല്ലേ? ഈ 14 കിലോമീറ്റർ സഞ്ചരിക്കാൻ ആവശ്യമായ അത്രയും സമയമാണ് അയാൾ സ്റ്റോപ്പ് ചെയ്തിട്ടുള്ളത്. ഓക്കെ അല്ലേ? അപ്പൊ 60 മിനിറ്റില് അയാൾ 42 കിലോമീറ്റർ സഞ്ചരിക്കുന്നുണ്ട് എങ്കിൽ 14 കിലോമീറ്റർ സഞ്ചരിക്കാൻ എത്ര സമയം എടുക്കുന്നുണ്ടോ അത്രയും സമയമായിരിക്കും അയാൾ സ്റ്റോപ്പ് ചെയ്യുന്നത്. ഓക്കെ അല്ലേ? അപ്പൊ 42നെ 14 ആക്കാൻ നമ്മൾ എന്തെടുത്താൽ മതി? ഡിവൈഡഡ് ബൈ 3 എടുക്കാം. അപ്പൊ 60നെയും എന്തെടുത്താൽ മതി? ഡിവൈഡഡ് ബൈ 3 കൊടുക്കുക. അപ്പൊ എത്രയാണ്? 20 അല്ലേ വരുന്നത്? അതായത് 20 മിനിറ്റ് ആണ് അയാൾ എന്ത് ചെയ്യുന്നത്? സ്റ്റോപ്പ് ചെയ്യുന്നത്. അതായത് 20 മിനിറ്റ് മതി അയാൾക്ക് 14 കിലോമീറ്റർ സഞ്ചരിക്കാൻ. ആദ്യത്തെ 20 മിനിറ്റ് കൊണ്ട് അയാൾ 14 കിലോമീറ്റർ സഞ്ചരിക്കും. അടുത്ത 20 മിനിറ്റ് കൊണ്ട് വീണ്ടും 14 കിലോമീറ്റർ സഞ്ചരിച്ചു. അടുത്ത 20 മിനിറ്റ് കൊണ്ട് വീണ്ടും 14 കിലോമീറ്റർ സഞ്ചരിച്ചു. അതിനകത്ത് 20 മിനിറ്റ് അയാൾ എന്തെടുത്തു? സ്റ്റോപ്പ് ചെയ്തിട്ടു. അപ്പൊ ആദ്യത്തെയും അവസാനത്തെയും 14 കിലോമീറ്റർ വെച്ച് സഞ്ചരിച്ച് 28 കിലോമീറ്റർ ആയിരിക്കും വരുന്നത്. ഓപ്ഷൻ ബി 20 മിനിറ്റ് ആയിരിക്കും വരുന്ന ആൻസർ. The speed of A and B in the ratio 3:5. A hour 30 minutes more than B to reach the destination. In how much time A does reach the destination എന്നാ ചോദിച്ചിട്ടുള്ളത്. ഓക്കെ അല്ലേ? എയുടെയും ബിയുടെയും സ്പീഡ് എന്ന് പറയുന്നത് സ്പീഡിന്റെ റേഷ്യോ എന്ന് പറയുന്നത് 3ഉം 5ഉം ആണ്. ഓക്കെ അല്ലേ? ഇനി അവര് സെയിം ഡെസ്റ്റിനേഷനിലേക്കാണ് പോകുന്നത്. അങ്ങനെയാണെങ്കിൽ ടൈമിന്റെ റേഷ്യോ എന്ന് പറയുന്നത് എന്താണ്? 5:3 ആണ് അല്ലെ? എ ടേക്സ് 30 മിനിറ്റ്സ് മോർ ദാൻ ബി എന്താണ്? ബിയേക്കാൾ 30 മിനിറ്റ് കൂടുതൽ എടുത്തു ഡെസ്റ്റിനേഷൻ എത്താൻ. ഇനി ഹൗ മച്ച് ടൈം ഡസ് എ റീച്ച് ഡെസ്റ്റിനേഷൻ? എക്ക് ആ ഡെസ്റ്റിനേഷനിൽ എത്താൻ എത്ര സമയം എടുക്കും എന്നാണ് ചോദിച്ചിട്ടുള്ളത് അല്ലെ? എ എടുത്ത സമയം എന്ന് പറയുമ്പോൾ 5 യൂണിറ്റ്, ബി എടുത്ത സമയം എന്ന് പറയുമ്പോൾ 3 യൂണിറ്റ്. ഇവർ തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ 2 യൂണിറ്റ് അല്ലേ? ആ 2 യൂണിറ്റ് ഡിഫറൻസ് ആണ് 30 മിനിറ്റ് എന്ന് ക്വസ്റ്റ്യൻ പറയുന്നത് അല്ലെ? അപ്പൊ 1 യൂണിറ്റ് ഡിഫറൻസ് എന്ന് പറയുന്നത് എത്രയാണ്? 15 മിനിറ്റ് ആണ്. നമ്മുടെ ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത് ഇൻ ഹൗ മച്ച് ടൈം എ റീച്ച് ഡെസ്റ്റിനേഷൻ. എ അവിടെ എത്താൻ വേണ്ടി എടുത്ത സമയം എത്രയാണെന്നാണ് ചോദിച്ചേക്കുന്നത് അല്ലെ? 5 യൂണിറ്റ് ആണ് എ എടുത്ത സമയം. 1 യൂണിറ്റ് 15 ആണ് എങ്കിൽ 5 യൂണിറ്റ് എത്രയായിരിക്കും? 5 × 15 75 മിനിറ്റ് ആയിരിക്കും എടുത്തത് അല്ലെ? 75 മിനിറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ ഇല്ല. അപ്പൊ 75 മിനിറ്റ് നമുക്ക് എങ്ങനെ എഴുതാം? 60 മിനിറ്റ് പ്ലസ് 15 മിനിറ്റ് എന്ന് എഴുതിക്കൂടെ? 60 മിനിറ്റ് എന്ന് പറഞ്ഞാൽ 1 അവർ. 1 അവർ പ്ലസ് 15 മിനിറ്റ് എത്രയാണ്? 1 അവർ 15 മിനിറ്റ്. ഇതായിരിക്കും എ എടുത്ത സമയം. ബി എടുത്ത സമയം എത്രയായിരിക്കും? ബി എടുത്ത സമയം എന്ന് പറയുന്നത് 45 മിനിറ്റ് അല്ലെങ്കിൽ 3/4 മണിക്കൂറാണ് ബി എടുത്ത സമയം. വാക്കിംഗ് 6/7 അല്ല, 6/7 ആണ്. വാക്കിംഗ് 6/7 of his usual speed, a man told minutes later. The usual time taken by him to cover the distance എന്നാ ചോദിച്ചിട്ടുള്ളത്. ഓക്കെ അല്ലെ? യൂഷ്വൽ ടൈമും കറന്റ് ടൈമും. ഒരാള് അയാളുടെ സ്പീഡിന്റെ 6/7 യൂഷ്വൽ ടൈമിൽ പോയപ്പോൾ അയാൾക്ക് 12 മിനിറ്റ് ലേറ്റ് ആയെന്നാ പറയുന്നത്. ഓക്കെ അല്ലെ? അപ്പൊ നമുക്ക് അയാളുടെ സ്പീഡ് എന്ന് പറയുമ്പോൾ ഫസ്റ്റിലെ 1 എന്ന് എടുക്കാം. അയാളുടെ ഇപ്പോഴത്തെ കറന്റ് സ്പീഡ് എത്രയാണ്? യൂഷ്വൽ സ്പീഡിന്റെ 6/7 ഇതായിരിക്കും വരുന്നത്. ഓക്കെ അല്ലെ? അപ്പൊ നമുക്ക് ഈ
ഫ്രാക്ഷൻ നമുക്ക് മാറ്റാൻ വേണ്ടി രണ്ടിടത്ത് നമുക്ക് ഒരു 7 വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ 7 ആണ് നമ്മുടെ യൂഷ്വൽ സ്പീഡ്. ഇവിടെ 7 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇവിടെ 7 വെച്ച് മൾട്ടിപ്ലൈ ചെയ്തു 1 into 7 7. ഇവിടെ 7 7 ക്യാൻസൽ ആയിപ്പോയിട്ട് 6 ആയിരിക്കും. ഓക്കെ അല്ലേ? അപ്പം യൂഷ്വൽ സ്പീഡ് 7ഉം കറന്റ് സ്പീഡ് 6/6 ആണ് വരുന്നത്. ഓക്കെ അല്ലേ? അപ്പൊ അയാളുടെ ടൈമിന്റെ റേഷ്യോ എന്ന് പറയുമ്പോൾ സെയിം ഡിസ്റ്റൻസ് ആണ് ട്രാവൽ ചെയ്യുന്നത്. ടൈമിന്റെ റേഷ്യോ എന്ന് പറയുമ്പോൾ 6ഉം 7ഉം ആയിരിക്കും വരുന്നത് അല്ലെ. ദ യൂഷ്വൽ ടൈം ടേക്ക് എ മാൻ ഈസ് 12 മിനിറ്റ് ലേറ്റ് അല്ലെ. അപ്പൊ യൂഷ്വൽ ടൈമിൽ നിന്നും എന്താണ് 6/7 പോയപ്പോൾ അയാൾ എന്താണ് 12 മിനിറ്റ് ലേറ്റ് ആയത്. നേരത്തെ പോകുന്നതിനേക്കാൾ 12 മിനിറ്റും കൂടി അയാൾ എക്സ്ട്രാ എടുത്തു എന്നാണ് പറയുന്നത്. ദ യൂഷ്വൽ ടൈം ടേക്കൺ ബൈ ഹിം ടു കവർ ദ ഡിസ്റ്റൻസ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതേ ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യാൻ അത് യൂഷ്വലി എത്ര സമയം വേണമെന്ന് ചോദിച്ചിരിക്കുന്നത്. യൂഷ്വൽ ടൈം എന്ന് പറയുമ്പോൾ 6 യൂണിറ്റും കറന്റ് ടൈം എന്ന് പറഞ്ഞാൽ 7 യൂണിറ്റ് വരുന്നത്. ഇവർ തമ്മിൽ ഡിഫറൻസ് ആണ് 12 മിനിറ്റ് എന്ന് പറയുന്നത്. അതായത് ഒരു യൂണിറ്റ് ആണ് എത്ര 12 മിനിറ്റ്. ഓക്കെ അല്ലെ. അപ്പൊ യൂഷ്വൽ ടൈം എന്ന് പറയുന്നത് എത്രയാണ് 6 യൂണിറ്റ് ആണ്. 6 യൂണിറ്റ് എന്ന് പറഞ്ഞാൽ എത്രയാണ് 6 into 12 എത്രയാണ് 72 മിനിറ്റ്സ് ആയിരിക്കും വരുന്നത്. കറന്റ് ടൈം 7 യൂണിറ്റ് ആണ്. 7 യൂണിറ്റ് എന്ന് പറഞ്ഞാൽ 7 into 12 84 മിനിറ്റ്സ് ആയിരിക്കും വരുന്നത്. ക്ലിയർ ആണോ? 51th question. An aircraft covers a distance between A and B in 21 hours. If the speed of the aircraft reduced by 220 kilometer, distance covered in 26 hours. The same distance is covered in 26 hours. Find the distance between A and B എന്ന് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ അല്ലെ. എയും ബിയും എന്ന് പറയുന്ന ഒരു ഡിസ്റ്റൻസ് ആണ് നമുക്ക് കവർ ചെയ്യുന്നത്. അപ്പൊ ഡിസ്റ്റൻസ് നമുക്ക് കോൺസ്റ്റന്റ് ആണ് അല്ലെ. ഡിസ്റ്റൻസ് കോൺസ്റ്റന്റ് ആണ് എങ്കിൽ ഞാൻ എന്താണ് എക്സ് എന്നും വൈ എന്നും പറഞ്ഞ രണ്ട് കണ്ടീഷൻ ഞാൻ എടുക്കുവാണ്. അപ്പൊ ഫസ്റ്റിലെ അയാളുടെ ടൈം എന്ന് പറഞ്ഞാൽ 21 ആണ്. ഇപ്പോഴത്തെ അയാളുടെ ടൈം എന്ന് പറഞ്ഞാൽ 26 ആണ്. ഓക്കെ അല്ലെ. 21ഉം 26ഉം ആണ്. അപ്പൊ നമുക്ക് സ്പീഡിന്റെ റേഷ്യോ എന്ന് പറയുന്നത് എത്രയായിരിക്കും? നേരെ റിവേഴ്സ് ഇട്ടാൽ മതി അല്ലെ. 26 21 വരും അല്ലെ. അപ്പൊ 26 നിന്നും 21 ആക്കാൻ കാരണം എന്താണ്? സ്പീഡ് 220 കിലോമീറ്റർ പെർ അവർ കുറച്ചത് കൊണ്ടാണ്. ഇവര് തമ്മിൽ ഡിഫറൻസ് 5 ആണ് എങ്കിൽ ശരിക്കുള്ള ഡിഫറൻസ് എത്രയാണ്? 220 ആണ് അല്ലെ. 5 യൂണിറ്റ് എന്ന് പറഞ്ഞാൽ 220 ആണ്. ഒരു യൂണിറ്റ് എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? 44 കിലോമീറ്റർ പെർ അവർ ആയിരിക്കും വരുന്നത് അല്ലെ. അപ്പൊ നമുക്ക് ഡിസ്റ്റൻസ് കവേർഡ് 26 hours. ഫൈനൽ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ എ ആൻഡ് ബി. എയും ബിയും നമ്മുടെ ഡിസ്റ്റൻസ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ അല്ലെ. അപ്പൊ ടൈം 21 അവർ ആണ്. സ്പീഡ് എന്ന് പറഞ്ഞാൽ 26 യൂണിറ്റ്. ഒരു യൂണിറ്റ് 44 ആണ്. അപ്പൊ 26 യൂണിറ്റ് എന്ന് പറഞ്ഞാൽ 26 into 44 ആയിരിക്കും വരുന്ന ആൻസർ. ഇത് വെച്ചിട്ട് നമുക്ക് കണ്ടുപിടിച്ചാൽ മതി. ഓക്കെ അല്ലെ. അപ്പൊ ടൈം എന്ന് പറഞ്ഞാൽ 21 into സ്പീഡ് എന്ന് പറഞ്ഞാൽ 26 into 44. 26 യൂണിറ്റ് ആണ് ഇവിടെ പറയുന്നത്. ശരിക്കും എത്രയാണ്? 26 into 44. ഇത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് 26 into 44 1144 കിട്ടും. into 21. ആൻസർ വരുന്നത് 24024 ആയിരിക്കും വരുന്ന ആൻസർ. ഓപ്ഷൻ ഡി ആയിരിക്കും വരുന്ന ആൻസർ. ക്ലിയർ ആണോ? Man leaves his home every day at 7:40 a.m. and reaches his office at 9:46 a.m. One day he left his home at 7:40 a.m. but travels 1/4 of the distance at 6/7 അല്ല 6/7 ആണ്. 6/7 of the usual speed and the rest of the distance at 6/5 of the usual speed. At what time did Raman reach the office that day എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ രാമൻ എന്താണ് എല്ലാ ദിവസവും ഹോമിൽ നിന്ന് വീട്ടിൽ നിന്ന് ഓഫീസിലേക്ക് പോവാണ്. അടുത്ത ദിവസം എന്താണ് വീട്ടിൽ നിന്ന് ഓഫീസിലേക്ക് പോയത്. അപ്പൊ ഇവിടുത്തെ എന്താണ് ഡിസ്റ്റൻസ് സെയിം ആണ് അല്ലെ. ഡിസ്റ്റൻസ് സെയിം ആയിരിക്കും. ഓക്കെ അല്ലെ. അപ്പൊ ഇവിടെ അയാളുടെ ഡിസ്റ്റൻസ് നമുക്ക് ഡി ആയിട്ടും സ്പീഡിനെ നമുക്ക് എസ് ആയിട്ടും നമുക്ക് എടുക്കാം. ഓക്കെ അല്ലെ. ഡിസ്റ്റൻസ് എ ഡിവൈഡ് ബൈ സ്പീഡ് ആയിരിക്കും നമ്മുടെ ടൈം എന്ന് പറയുന്നത്. അപ്പൊ ആദ്യത്തെ ദിവസം അയാൾ എടുത്ത ടൈം നമുക്ക് നോക്കാം. 7:40 ഇറങ്ങിയ ആള് 9:46 എത്തി അല്ലെ. 7:40 മുതൽ 9:40 വരെ ആകുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 2 hour കിട്ടും. ഓക്കെ അല്ലെ. 2 hour പിന്നെന്താണ് എക്സ്ട്രാ ഒരു 6 മിനിറ്റും കൂടി അയാൾ എടുത്തിട്ടുണ്ട്. അപ്പൊ ടോട്ടൽ ടൈം എന്ന് പറഞ്ഞാൽ 126 മിനിറ്റ് ആയിരിക്കും നമുക്ക് കിട്ടുന്ന ടോട്ടൽ ടൈം എന്ന്. അതായത് ഡി ബൈ എസ് എന്ന് പറഞ്ഞാൽ 126 മിനിറ്റ് ആയിരിക്കും. നെക്സ്റ്റ് ഡേ അയാൾ എന്താണ് 7:40 തന്നെ ഇറങ്ങി. പക്ഷെ 1/4 ഓഫ് ദ ഡിസ്റ്റൻസ് അയാളുടെ ഡിസ്റ്റൻസ് ഡി ആണ്. അതിന്റെ 1/4 ഡിസ്റ്റൻസ് അയാൾ എന്താണ് 6/7 ഓഫ് ദ യൂഷ്വൽ സ്പീഡിലാണ് അയാൾ ട്രാവൽ ചെയ്തത്. അപ്പൊ ഒന്നാമത് എടുത്ത ടൈം നമുക്ക് കണ്ടുപിടിക്കാം. 1/4 ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യാൻ എടുത്ത ടൈം എന്ന് പറയുന്നത് എത്രയാണ് നമുക്ക് കണ്ടുപിടിക്കാം. 6/7 സ്പീഡിലാണ് ട്രാവൽ ചെയ്തത്. അപ്പൊ നമുക്ക് എന്തെടുക്കാം? റെസിപ്രോക്കൽ എടുത്ത് നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യാം അല്ലെ. 1/4 into 7/6 into d by s എന്ന് വരും. ഓക്കെ അല്ലെ. അപ്പൊ എന്ത് വരും? 1/4 into 7/6 into d by s ന്റെ വാല്യൂ നമുക്ക് അറിയത്തില്ലേ എത്രയാണ്? 126 ആയിരിക്കും വരുന്ന വാല്യൂ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ. അപ്പൊ നമുക്കിത് ക്യാൻസൽ ചെയ്ത് കളയാം. 126ഉം 6ഉം കൂടി ക്യാൻസൽ ചെയ്യുമ്പോൾ 21 എന്ന് വരും. 21 into 7/4 അതായത് 147 ഡിവൈഡഡ് ബൈ 4 ആയിരിക്കും വരുന്ന ആൻസർ. എത്ര കിട്ടും?
147നെ 4 കൊണ്ട് നമുക്ക് ഡിവൈഡ് ചെയ്യുമ്പം 147 ഡിവൈഡഡ് ബൈ 4. 14നകത്ത് 3 പ്രാവശ്യം, 3 × 4 12, 27നകത്ത് 6 പ്രാവശ്യം, 6 × 4 24, ശിഷ്ടം 3. അപ്പൊ എന്ത് വരും? 36ഉം 3/4 അല്ലെങ്കിൽ 36 മുക്കാലല്ലേ? അപ്പൊ എന്താണ്? 0.75 മിനിറ്റ് ആയിരിക്കും ഫസ്റ്റ് കേസിൽ അയാൾക്ക് എടുക്കുന്ന ടൈം എന്ന് പറഞ്ഞത്. സെക്കൻഡ് കേസിൽ അയാൾക്ക് എടുക്കുന്ന ടൈം എത്രയായിരിക്കും? അടുത്ത റിമൈനിങ് ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ 1/4 അങ്ങ് പോയി, 4 പോയി. ഇനി ബാക്കി എത്രയായിരിക്കും? മുക്കാൽ ഡിസ്റ്റൻസ് ആയിരിക്കും അയാൾ ട്രാവൽ ചെയ്യുന്നത്. സ്പീഡ് എന്ന് പറയുന്നത് 6/5 സ്പീഡിലായിരിക്കും അയാൾ ട്രാവൽ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇതേപോലെ കണ്ടുപിടിച്ചൂടെ? 3/4 × 5/6 × d/s എത്ര വരും? 3/4 × 5/6 × 126. 126ഉം ഇതും കൂടി ക്യാൻസൽ ആയി പോകും. എത്ര വരും? 24. 24 × 5 105 × 3 എന്ന് പറയുമ്പം എത്രയാണ്? 315. 315/4 എത്രയാണ്? 78.75. 78.78 എന്നായിരിക്കും വരുന്നത്. ഓക്കെ അല്ലേ? അപ്പൊ ഒന്നാമത്തെ എടുക്കുന്ന സമയം കിട്ടി 36.75, രണ്ടാമത് എടുക്കുന്ന സമയം കിട്ടി 78.75. രണ്ടും കൂടി നമുക്ക് ആഡ് ചെയ്യുന്നതായിരിക്കും നമ്മുടെ ടോട്ടൽ ടൈം എന്ന് പറയുന്നത്. എത്ര വരും? 36.75 പ്ലസ് 78.75 ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 115.5 മിനിറ്റ് എന്ന് നമുക്ക് കിട്ടും. ഓക്കെ അല്ലേ? 120 ആയിരുന്നു എങ്കിൽ നമുക്ക് 2 അവർ എന്ന് എടുക്കാൻ പറ്റുമായിരുന്നു. പക്ഷെ ഇവിടെ 115.5 മിനിറ്റ് എന്നാണ് നമുക്ക് കിട്ടുന്ന ആൻസർ. ഓക്കെ അല്ലേ? അപ്പൊ നമുക്ക് നോക്കാം. നമുക്കിവിടെ എടുക്കുന്ന ടൈം എന്ന് പറഞ്ഞാൽ T1 പ്ലസ് T2 എന്ന് പറഞ്ഞാൽ 115.5 മിനിറ്റ്. അപ്പൊ 115 എന്ന് പറയുമ്പം 60 മിനിറ്റ് പ്ലസ് 55 മിനിറ്റ് പ്ലസ് 0.5 മിനിറ്റ്. ഓക്കെ അല്ലേ? 60 മിനിറ്റ് എന്ന് പറയുമ്പോൾ 1 അവർ പ്ലസ് 55 മിനിറ്റ് പ്ലസ് 0.5 മിനിറ്റ് എന്ന് പറയുമ്പോൾ 30 സെക്കൻഡ് ആയിരിക്കും വരുന്ന ആൻസർ. ഓക്കെ അല്ലേ? അപ്പൊ 7:40 കൂടെ 1 അവർ കൂട്ടുമ്പം 8:40. 8:40 കൂടെ 55 മിനിറ്റും 60 മിനിറ്റ് ആയിരുന്നു എങ്കിൽ എത്രയായിരുന്നു? 9:40 ആയേനെ. അപ്പം 60 മിനിറ്റിൽ 55 മിനിറ്റേ ഉള്ളൂ. അപ്പൊ എത്രയാണ്? 9:35 മിനിറ്റും കഴിഞ്ഞ് 30 സെക്കൻഡും കഴിഞ്ഞിട്ടാണ് അവരാൾ ഓഫീസിൽ എത്തുന്നത്. 9 മണിക്കൂറും 35 മിനിറ്റും 30 സെക്കൻഡും. 9:35 കഴിഞ്ഞ് 30ാമത്തെ സെക്കൻഡിലായിരിക്കും അയാൾ ഓഫീസിലെത്തുന്നത്. ഓപ്ഷൻ ബി ആയിരിക്കും വരുന്ന ആൻസർ. ക്ലിയർ ആണോ? ഓക്കെ, അടുത്ത ക്വസ്റ്റൻ എന്ന് പറഞ്ഞാൽ നമുക്ക് റിലേറ്റീവ് സ്പീഡിന്റെ കൺസെപ്റ്റ് വരുന്ന ക്വസ്റ്റൻ ആണ്. അപ്പൊ ആദ്യം നമുക്ക് എന്താണ് റിലേറ്റീവ് സ്പീഡ് എന്ന് നോക്കാം. അപ്പൊ രണ്ട് എന്താണ് വെഹിക്കിൾസ് എന്താണ് എ എന്നും ബി എന്നും നമുക്ക് എടുക്കാം. അല്ലെങ്കിൽ രണ്ട് വസ്തുക്കൾ എന്താണ് ഒരേ ഡയറക്ഷനിലാണ് നമുക്ക് ട്രാവൽ ചെയ്യുന്ന നോക്കാം. രണ്ടുപേരും എന്താണ് ഒരേ ഡയറക്ഷനിലേക്ക് ട്രാവൽ ചെയ്യുന്നു. എയുടെ സ്പീഡ് S1 ബിയുടെ സ്പീഡ് S2 ആണെന്നിരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ അവർക്കിടയിലുള്ള റിലേറ്റീവ് സ്പീഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? S1 മൈനസ് S2 ആയിരിക്കും. അല്ലെങ്കിൽ ഡിഫറൻസ് ഓഫ് ദെയർ സ്പീഡ് ആയിരിക്കും വരുന്നത്. ഡിഫറൻസ് ഓഫ് ദെയർ സ്പീഡ് ആയിരിക്കും നമുക്ക് റിലേറ്റീവ് സ്പീഡായിട്ട് വരുന്നത്. ഓക്കെ, റിലേറ്റീവ് സ്പീഡ് എന്ന് പറഞ്ഞാൽ രണ്ട് എണ്ണവും എന്താണ് സെയിം ഡയറക്ഷനിലേക്കാണ് എങ്കിൽ നമ്മുടെ റിലേറ്റീവ് സ്പീഡ് എന്ന് പറഞ്ഞാൽ S1 മൈനസ് S2 ഡിഫറൻസ് ഓഫ് ദെയർ സ്പീഡ് ആയിരിക്കും വരുന്നത്. ഇനി രണ്ട് ആളുകളും എന്താണ് സെയിം ഡയറക്ഷനിലേക്ക് ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്കാണ് പോകുന്നതെങ്കിൽ ആദ്യം നമ്മൾ പറഞ്ഞത് രണ്ടുപേരും എന്താണ് സെയിം ഡയറക്ഷനിലേക്ക് പോവുകയാണെങ്കിൽ ഡിഫറൻസ് ഓഫ് ദെയർ സ്പീഡ് ആയിരിക്കും. രണ്ടുപേരും എന്താണ് ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്കാണ് പോകുന്നത്. ഇയാളുടെ സ്പീഡ് S1 ഇയാളുടെ സ്പീഡ് S2 ആണ് എങ്കിൽ അവിടുത്തെ റിലേറ്റീവ് സ്പീഡ് എന്ന് പറഞ്ഞാൽ സം ഓഫ് ദെയർ സ്പീഡ് ആയിരിക്കും. S1 പ്ലസ് S2 ആയിരിക്കും നമുക്ക് വരുന്ന സ്പീഡ്. സം ഓഫ് ദെയർ സ്പീഡ് ആയിരിക്കും വരുന്ന ആൻസർ. സം ഓഫ് ദെയർ സ്പീഡ്. ഓക്കെ, റിലേറ്റീവ് സ്പീഡ് ആയിട്ട് വരുന്നത് സം ഓഫ് ദെയർ സ്പീഡ് ആയിരിക്കും വരുന്നത്. ഓക്കെ അല്ലേ? അപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എ തീഫ് നോട്ടീസ്ഡ് എ പോലീസ്മാൻ ഫ്രം എ ഡിസ്റ്റൻസ് ഓഫ് 500 മീറ്റർ. ദ തീഫ് സ്റ്റാർട്ട് റണ്ണിംഗ് അറ്റ് ആൻഡ് ദ പോലീസ്മാൻ ചേസസ് ഹിം. ദ തീഫ് ആൻഡ് പോലീസ്മാൻ റൺ അറ്റ് എ സ്പീഡ് ഓഫ് 12 and 13 km/h റെസ്പെക്റ്റീവ്ലി. വാട്ട് ഈസ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദം ആഫ്റ്റർ 12 മിനിറ്റ്? എന്താണ്? ഒരു പോലീസ്മാൻ ഒരു കള്ളനെ കണ്ട ഉടനെ കള്ളൻ എന്തെടുത്തു? ഓടാൻ തുടങ്ങി. അതിന് പുറകെ വെച്ച് പിടിച്ച് പോലീസും പോയി. പോലീസ് സഞ്ചരിക്കുന്ന ദൂരം എന്ന് പറയുമ്പോൾ ഡിസ്റ്റൻസ് സ്പീഡ് എന്ന് പറഞ്ഞാൽ 13 km/h. തീഫ് സഞ്ചരിക്കുന്ന സ്പീഡ് എന്ന് പറഞ്ഞാൽ 12 km/h. അങ്ങനെയാണെങ്കിൽ 12 മിനിറ്റ് ശേഷം ഇവർ നമ്മുടെ ഡിസ്റ്റൻസ് ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ നമുക്ക് രണ്ടുപേരും സെയിം ടൈമിൽ തന്നെ ഓടാൻ തുടങ്ങി. അപ്പൊ എന്താണ്? രണ്ടുപേരും ഒരേ ഡയറക്ഷനിലായിരിക്കും ഓടുന്നത്. ഓക്കെ അല്ലേ? അവിടുത്തെ റിലേറ്റീവ് സ്പീഡ് എന്ന് പറയുന്നത് എന്തായിരിക്കും? 13 മൈനസ് 12, അതായത് 1 km/h ആയിരിക്കത്തില്ലേ നമ്മുടെ റിലേറ്റീവ് സ്പീഡ് എന്ന് പറഞ്ഞാലും. ഓക്കെ അല്ലേ? ഇനി നമുക്ക് ഡിസ്റ്റൻസ് ആണ് കണ്ടുപിടിക്കുന്നത്. അപ്പൊ നമുക്ക് ടൈം തന്നിട്ടുണ്ട് 12 മിനിറ്റ് ആണ്. ഓക്കെ അല്ലേ? 12 മിനിറ്റ് എന്ന് പറഞ്ഞാൽ 12/60 അവർ എന്ന് വരും. മേളിലും താഴെ നമുക്ക് 12 വെച്ച് ക്യാൻസൽ ചെയ്യുമ്പോൾ 1/5 അവർ ആയിരിക്കും നമുക്ക് കിട്ടുന്ന ആൻസർ. ഓക്കെ അല്ലേ? അപ്പൊ നമുക്ക്
എന്താണ് ഇവിടെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? സ്പീഡ് 1 ഇൻറ്റു ടൈം എന്ന് പറഞ്ഞാൽ 1/5. എത്രയായിരിക്കും? 1/5 തന്നെയായിരിക്കും. 1/5 കിലോമീറ്റർ ആയിരിക്കും വരുന്ന ആൻസർ. 1/5 കിലോമീറ്റർ എന്ന് പറഞ്ഞ ഓപ്ഷനകത്തില്ല. അപ്പം നമുക്ക് എങ്ങനെ എഴുതാം? 1/5 കിലോമീറ്ററിനെ നമുക്ക് 1000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് നമുക്ക് മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ നമുക്ക് എത്ര വരും? 1000ഉം 5ഉം കൂടി ക്യാൻസൽ ചെയ്തിട്ട് 200 ആയിപ്പോൾ 200 മീറ്റർ ആയിരിക്കും വരുന്ന ആൻസർ. 200 മീറ്റർ. ഓപ്ഷൻ ഡി ആയിരിക്കും വരുന്ന ആൻസർ.